മാധ്യമപ്രവർത്തകൻ കെ ജെ ജേക്കബ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ ജെ ജേക്കബ്, ഈ തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുന്നിൽ നടത്തിയിട്ടുള്ള ഈ ക്ഷേമ പെൻഷൻ വർധനവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴാണ് ആ വർധനവ് സാധ്യമായത്. എങ്കിൽ പോലും ആളുകളുടെ കയ്യിലേക്ക് 200 രൂപ അധികമായി കിട്ടുന്നതിനെ നമ്മൾ പോസിറ്റീവായി തന്നെ വേണം കാണാൻ. അപ്പോഴും ഇതിനെ എങ്ങനെ വേണം നിരീക്ഷിക്കാൻ? ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എന്ന് തന്നെ അങ്ങ് നിരീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ അതിനകത്ത് നമ്മൾ കാണേണ്ടതില്ല. ഉത്തരവ് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പൊതുവെ ധനകാര്യ അവസ്ഥ മെച്ചപ്പെട്ടു എന്ന് എല്ലാവരും പറയുമ്പോഴും ധനകാര്യമന്ത്രി വളരെ സ്കെപ്റ്റിക്കലായിരുന്നു. അദ്ദേഹം വളരെ സൂക്ഷിച്ച് മാത്രമേ അതിനെക്കുറിച്ച് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വാർത്ത ഞാനായിട്ട് സ്ഥിരീകരിക്കില്ല. അത് നിങ്ങളെ വിശ്വസിച്ച് അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. 2600 രൂപയാക്കുമെന്ന് ആയിരുന്നു ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നത്. അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കൊന്ന് ഒരുവിധം എല്ലാ മലയാളികൾക്കും അറിയാം. കാരണം സംസ്ഥാനത്തിന് പണം വരാനുള്ള ഒരുവിധ എല്ലാ വഴികളും കേന്ദ്ര സർക്കാർ അടച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പണം വിപണിയിൽ നിന്നോ കടമെടുക്കാനോ ഉള്ള സാധ്യതകൾ മുഴുവൻ അടച്ചു വെച്ചത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടാനുള്ള പലതരം വിഹിതങ്ങളിൽ പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കുറവുകൾ വന്നു. അതിന്റെ ഇടയിലാണ് 200 രൂപയെങ്കിൽ 200 രൂപ. ഞാൻ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ വലിയ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കണക്കാക്കുക. എനിക്കൊന്ന് വളരെ ഇനിയിപ്പോൾ ഒരു 3-4 മാസത്തെ അത്രയും തന്നെ കാണത്തില്ല കുടിശ്ശിക ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1800 രൂപ ആക്കുന്നു എന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ 1600 രൂപയാണെങ്കിലും അത് എല്ലാ മാസവും, അല്ലെങ്കിൽ ഇപ്പം സർക്കാർ നേരത്തെ ചെയ്ത പോലെ 2 മാസത്തിൽ ഒരിക്കലാണെങ്കിലും അത് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി കൂട്ടിയില്ലെങ്കിലും ആ പണം, സർക്കാർ പ്രോമിസ് ചെയ്ത പണം അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യത്തിലായിരിക്കും സർക്കാരിന് ശ്രദ്ധ എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. അതായിരിക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർക്ക് റെഗുലർ ഇന്റർവെല്ലിൽ ആ പൈസ കിട്ടിയാൽ അത് വെച്ച് ജീവിതം കേരളത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാനുള്ള പണമുണ്ട്. ഒരാൾക്ക് ജീവിക്കാനുള്ള പണമുണ്ട്. അത് ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് അവരോട് കാണിക്കുന്ന ഒരു മര്യാദ. കൂട്ടുക എന്നുള്ളത് സർക്കാരിന് പൈസ ഉണ്ടെങ്കിൽ കൂട്ടുക. പക്ഷേ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കാതിരിക്കുന്നതിൽ വലിയ മര്യാദകളുണ്ട്. അത് കുടിശ്ശികയാക്കാതിരിക്കാനാണ് സർക്കാർ കൂടുതൽ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി കെ ജെ ജേക്കബ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.